ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവിടെ തന്നെ സ്വപ്നത്തിൽ മുഴുകിയിരിക്കുകയാണ്. അതായത് അവർ സ്വപ്നം കാണുകയാണ്, നിങ്ങളുമായിട്ടുള്ള മാരേജ്, യൂണിയൻ, അതെല്ലാം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മുഴുകിയിരിക്കുകയാണ് അവർ. ഇവിടെ ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നാണ്. നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങളുടെ കൂടെ ഒരു സ്റ്റെബിലിറ്റി വേണം, ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർമ്മിച്ച് ആ ഒരു ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഇമോഷണലി ആയിട്ടുള്ള ആ ഒരു ലോകത്ത് തന്നെ വ്യസ്തമായിട്ടിരിക്കുകയാണ്. ഇവർ തന്നെ സ്വയം ഓരോന്ന് ഇമാജിൻ ചെയ്തിട്ട് ആ ഒരു ഇമാജിൻ ചെയ്യുന്ന ലോകത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഓരോന്ന് ചിന്തിച്ച് ഇമാജിൻ ചെയ്ത് ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇതുവരെയും ഒരു സ്റ്റാൻഡ്, ഒരു ആക്ഷനും എടുത്തിട്ടില്ല. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവരിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റും യൂണിയനും മാരേജ് പ്രപ്പോസൽ കിട്ടണമെന്നൊക്കെയാണ്. പക്ഷേ ഇതിനൊന്നും വേണ്ടി ഇവർ ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഇപ്പോൾ ഒരു മായികമായ ലോകത്തിലാണ് ഉള്ളത്. ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഇവർ സ്വപ്നം കാണുമ്പോൾ എല്ലാം നല്ലതായിട്ട് നടക്കുന്നു. പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ ഇവർ വിചാരിക്കും പോലെ കാര്യങ്ങളൊന്നും നടക്കാത്ത കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. ഇവിടെ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് നോക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളിൽ നിന്ന് ഒത്തിരി അകൽച്ചയിലാണ് ഇവർ. നിങ്ങൾക്ക് തോന്നും എൻ്റെ പേഴ്സണ് എന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, എന്നെ വിളിച്ചിട്ട് എത്ര നാളായി, എൻ്റെ മെസ്സേജ് ചെയ്തിട്ട് എത്ര നേരമായി, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവരുടെ എനർജി അങ്ങനെയാണ്, ഹെവി എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ഇവിടെ ഇമോഷണൽ ലെവലിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കോളോ മെസ്സേജോ ചെയ്യുന്നില്ല. ഇവിടെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ ഇട്ടാലോ, സ്റ്റാറ്റസ് ഇട്ടാലോ, ഇല്ല എങ്കിൽ എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാലോ എല്ലാം ഇവർ വിചാരിക്കുന്നത് ഇവർക്ക് വേണ്ടിയാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത് എന്നാണ്. ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരുടെ സ്നേഹത്തിൽ ഭ്രാന്തമായിട്ടിരിക്കുകയാണ് എന്നാണ്. പക്ഷേ ഇവർക്ക് എഫേർട്ട് എടുക്കേണ്ട സമയമായിട്ട് പോലും ഇവർ എഫേർട്ട് എടുക്കുന്നില്ല. ഇവർ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഇമാജിൻ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കെയർ ചെയ്യണം, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, എല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത ആ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് ഉള്ളത്. കുറേ ആൾക്കാരുടെ പേഴ്സൺ പുറത്ത് വരുന്നുണ്ട്, പക്ഷേ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് ജഗ്ലിംഗ് സിറ്റുവേഷനിൽ പുറത്ത് വന്നാലും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നില്ല. ഇവിടെ ഇവർ ഓരോന്ന് ഇമാജിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ എല്ലാം പാടായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്ന് ഇമാജിൻ ചെയ്യും. പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യുവാൻ ശ്രമിച്ചാലും അവിടെ വഴക്ക് ഉണ്ടാവുന്നത് കാരണം ഇവർ ഇമോഷണലി വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അവിടെ ഒന്നും സംസാരിക്കാതെ ഇവർ അവിടുന്ന് ബാക്ക്വേർഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മിസ് ഒത്തിരി നിങ്ങളെ ചെയ്യുന്നുണ്ട്, ആ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല. പക്ഷേ ബാഡ്ലി ഇവർ ട്രാപ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഫ്യൂച്ചറെല്ലാം ഇവർ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ വരുമ്പോൾ ഒന്നും തന്നെ നടക്കുന്നില്ല. ഇവിടെ ഇവർക്ക് വിചാരിച്ചാൽ ഒരു ആക്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ ഇവർ വിചാരിക്കുന്നില്ല. എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ, ജഗ്ലിംഗ് സിറ്റുവേഷന് പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ ആദ്യം നോക്കാം, എന്നിട്ട് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ മെമ്മറീസ് ഓഫ് ലവ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ 2 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ മെൻ്റൽ കോൺഫ്ലിക്റ്റും വെയിറ്റിംഗ് ഗെയിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരിപ്പോഴും ആ ഒരു കാൽപ്പനികമായിട്ടുള്ള ആ ലോകത്താണ് ഉള്ളത്. ഇവിടെ എന്തായാലും 2 ദിവസം ഇവർ വരുമെന്ന് തോന്നുന്നില്ല, കാരണം ഇപ്പോഴും ഇവരുടേതായ ലോകത്താണ് ഉള്ളത്. അങ്ങനെ ഇരിക്കുവാനാണ് ഇവർക്കിഷ്ടം. ചില ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 20 മണിക്കൂറിനുള്ളിൽ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർക്ക് 48 അവേഴ്സിനുള്ളിൽ റെസൊണേറ്റ് ആകുന്നതാണ്. ചില ആൾക്കാർക്ക് 48 അവേഴ്സിൽ റെസൊണേറ്റ് ആകത്തില്ല, കാരണം വെയിറ്റിംഗ് എഗെയിൻ എന്നാണ് വന്നിരിക്കുന്നത്. വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആഴ്ചകളെടുക്കാം, ചിലപ്പോൾ മാസങ്ങളെടുക്കാം.
ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് യൂണിയനിലോ കോളോ മെസ്സേജോ വരുവാനായിട്ട്. ഇവിടെ ഇവർ കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഇവർ ഒരു കാൽപ്പനികമായിട്ടുള്ള ലോകത്താണുള്ളത്. അപ്പോൾ ഇവർക്ക് തോന്നും, കണ്ണ് തുറക്കുമ്പോൾ തോന്നും ഇവർ തോറ്റുപോയി, ഇവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന്. ഇവിടെ മിസ്സ് ചെയ്ത് സന്തോഷം കണ്ടെത്തുകയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവർക്ക് തോറ്റുപോയി എന്നുള്ള തോന്നലാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷത്തിൽ ജീവിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണ് എന്ത് രീതിയിലുള്ള ആക്ഷനാണ് ഉണ്ടാവാൻ പോകുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നോക്കാം. കോണ്ടാക്റ്റിലുള്ളവർക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടുവാൻ പോവുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു പവർഫുള്ളായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100-ൽ 20% ആൾക്കാർക്ക് മാത്രമേ ഇത് റെസൊനേറ്റ് ആകത്തുള്ളൂ. അതായത് നിങ്ങൾ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പവർഫുള്ളായിട്ടുള്ള ആക്ഷൻ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അത് 20% ആൾക്കാർക്ക് മാത്രമേ റെസൊനേറ്റ് ആവുകയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം പേഴ്സൻ്റെ എനർജി ഇവർ സംസാരിക്കുമായിരിക്കും, പക്ഷേ എന്താ പറയുക, ഒരു ഹാങ്ഡ് മാൻ ഇല്ല, ആ ഒരു വൈബ്രേഷനിലാണുള്ളത്. അതായത് സ്റ്റക്ക് സിറ്റുവേഷൻ, ജഗ്ലിംഗ് സിറ്റുവേഷൻ അനുഭവിക്കുന്നതായിട്ട് ഇവർക്കായിട്ടൊന്നും ഒരു ആക്ഷനോ ഒരു ഡിസിഷനോ എടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ. ഇവിടെ ഇവർ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ തനിച്ചാക്കിയിട്ട് ബാക്ക്വേർഡ് പോവാം എന്നുള്ള ആ ഒരു രീതിയിലാണ് എനർജി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കോണ്ടാക്റ്റിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ അതും വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് ഉള്ളത് അവരുടെ എനർജിയും. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഇമോഷണലി നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആണ്, പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം ഇവർക്ക് പറ്റുന്നില്ല. അത് കാരണം ഇപ്പോഴും ഇവർ കൺഫ്യൂഷനിലാണ്, ആരെ ചൂസ് ചെയ്യണം, അതായത് നിങ്ങളെ ചൂസ് ചെയ്യണോ അതോ ഇവരുടെ അതർ സിറ്റുവേഷനെ ചൂസ് ചെയ്യണോ, ആ ഒരു രീതിയിൽ കൺഫ്യൂഷനിലാണ് ഇവർ. കാര്യം ചിന്തിച്ച് ഇവർ ഹെർമിറ്റ് മോഡിലാണുള്ളത്. അപ്പോൾ കോണ്ടാക്റ്റിലുള്ളവർക്കും വരാൻ പോകുന്ന 5 ദിവസം ഹെവി ആയിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെ പറയുന്നതാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വിഷമമാകും. ഇവിടെ 20% ആൾക്കാരുടെ പേഴ്സൺ ആക്ഷൻ എടുക്കും, ബാക്കി ഉള്ളവരുടെ പേഴ്സൺ കൺഫ്യൂഷനിലാണുള്ളത്. കാരണം അവരുടെ മുന്നിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ ഏത് ചൂസ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണിവർ. അതായത് ഒരു സൈഡ് നിങ്ങളും മറു സൈഡ് ഇവരുടെ ഫാമിലിയാണ് എങ്കിൽ ഞാൻ ആരെ ചൂസ് ചെയ്യും, ഫാമിലിയെ കളയണോ അതോ നിങ്ങളെ കളയണോ, അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനില്ല, ആ ഒരു അവസ്ഥയിലാണിവർ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം നമുക്ക്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കെയർ ചെയ്യണം. അതായത് കൂടുതലും ആരോടും താഴ്ന്നു കൊടുത്ത് കേൺ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. പ്ലീസ് എന്നോട് സംസാരിക്കൂ, പ്ലീസ് എന്നെ കോൾ ചെയ്യൂ, അങ്ങനെ ആരോടും പ്ലീസ് മൈൻഡിൽ ആരോടും കൂടുതലായിട്ട് താഴ്ന്ന് കേണ് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ മാറ്റുവാൻ സാധിക്കുന്നത് അത് നിങ്ങൾ മാറ്റുവാൻ ശ്രമിക്കുക. അല്ലാതെ മാറ്റാൻ പറ്റാത്തതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ച് വെറിയാകേണ്ട ആവശ്യമില്ല. കാരണം അത് നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഞാൻ വിട്ട് കളയുക. അതായത് നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ ചെയ്ത് നോക്കുക, ഇല്ല പറ്റുന്നില്ലെങ്കിൽ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക. നെക്സ്റ്റ് മെസ്സേജ്, പാസ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ച് പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല, ഫോർഗീവ് ചെയ്യാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളുടെ കൺട്രോളിന് പുറത്താണ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക. അതായത് ഡിവൈനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ മുന്നിലോ സറണ്ടർ ചെയ്യുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്, നിങ്ങളുടെ എന്ത് പ്രോബ്ലംസ് ആയാലും. ഫസ്റ്റ് മെസ്സേജ്, എന്തോ ഒരു നിർണായകമായ തീരുമാനം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.